പോസ് മെഷീനുകൾ പണിമുടക്കിയതോടെ റേഷൻ വിതരണം അവതാളത്തിലായി. തൃശൂരിലാണ് കൂടുതൽ പ്രശ്നം റിപ്പോർട്ട് ചെയ്തത്. വയനാട്, കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലും മെഷീൻ സ്ഥിരം പണിമുടക്കുന്നുണ്ട്. സനൂപ്, ഇതിനൊരു പരിഹാരമില്ലേ? ധന്യ, കഴിഞ്ഞ മാസം വരെ വലിയ പ്രശ്നമില്ലാതെ റേഷൻ വിതരണം നടന്നു പോയിരുന്നു. ഇപ്പോൾ ഡിസംബർ തുടങ്ങിയപ്പോൾ തന്നെ ഇമോസ് മെഷീനുകൾ വലിയ രീതിയിൽ പ്രശ്നം ഉള്ളതായിട്ട് ചൂണ്ടിക്കാണ്ടിയിരുന്നു. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് വലിയ തോതിൽ പല ജില്ലകളിലും ഇപോസ് മെഷീന്റെ തകരാറ് റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് തൃശൂർ ജില്ലയിലാണ്. അതിനോടൊപ്പം തന്നെ വയനാട്, കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലും മറ്റ് ജില്ലകളിലടക്കം ഈ ഇപോസ് മെഷീൻ സ്ഥിരമായി തകരാറിലാവുകയാണ്. ഈ മാസത്തെ റേഷൻ 30-ാം തീയതി വരെ സമയം ഉണ്ടെങ്കിൽ പോലും പലരും ഇപ്പോഴും റേഷൻ വാങ്ങിക്കാൻ വരുമ്പോൾ ഇപോസ് മെഷീന്റെ തകരാറ് കാരണം തിരികെ പോവേണ്ട സ്ഥിതിയാണ്. നമുക്കറിയാം, അന്ത്യോജന കാർഡ് ഉള്ളവരൊക്കെ തന്നെ 35 കിലോയിലധികം സാധനങ്ങൾ വാങ്ങേണ്ടവരാണ്. അവരൊക്കെ ഓട്ടോയും പിടിച്ചുമൊക്കെ റേഷൻ കടയിലേക്ക് വരുന്ന സമയത്ത് ഇപോസ് മെഷീനിൽ ബയോമെട്രിക് പഞ്ചിങ് സാധ്യമാവാതെ പോവുകയും തുടർന്ന് റേഷൻ വാങ്ങാൻ കഴിയാതെ തിരിച്ചു പോകുന്ന സ്ഥിതിയാണ്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നമ്മൾ കൺട്രോൾ ഓഫ് റേഷനിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. സെർവർ ഇഷ്യൂ ആണ്, അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ തുടങ്ങുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അവർ അറിയിച്ചത്. ധന്യ.